പറമ്പനും വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വീയപുരവും തമ്മിലായിരിക്കും. അത്യന്തം വാശിയേറിയ ഫൈനൽ കാണുവാൻ നിങ്ങളെയൊക്കെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കമന്ററി. താങ്ക് യു സാർ. ഹലോ, താങ്ക് യു സാർ. ആവേശകരമായ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് കായംകുളത്തിന്റെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുവാൻ സമയം സമാഗതമാകുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോർഡ് ലീഗ് അതിന്റെ അത്യുച്ച കൊടുമുടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് എല്ലാ കണ്ണുകളും ഇന്ന് കായംകുളം കായലിലേക്കാണ്. കായംകുളത്ത് ആരാണ് വിജയിക്കുക? കായംകുളത്ത് ആരാണ് ഇന്ന് അട്ടിമറി സൃഷ്ടിക്കുക? ജലയുദ്ധങ്ങളുടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള, യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള, കടൽ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള, കായൽ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നാട്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്, വള്ളം കളികളാൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്, ജലോത്സവങ്ങളുടെ ആർപ്പുവിളികളാൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്, വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങുന്ന നാട്. 2010 അന്നത്തെ MLA ആയിരുന്ന ബഹുമാനപ്പെട്ട CK സദാശിവൻ അവറുകളുടെ മുൻകൈയെടുത്ത് തുടങ്ങിവെച്ച ജലമേള കായംകുളം കായലിലേക്ക് 5ാം സീസണിലും എത്തുമ്പോൾ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഈ ജലോത്സവം എത്തുകയാണ്. 1700കളിൽ തിരുവിതാംകൂർ രാജ്യവും കായംകുളം സൈന്യവും ഏറ്റുമുട്ടിയ നൂർനാട്ടിലെ പടനിലം, ആ രണസ്മരണകൾ, ആ പോരാട്ട വീര്യം പകരുന്ന ഓടനാട്ടിന്റെ മണ്ണിലേക്ക്, കായലിലേക്ക്, കായംകുളം കായലിലേക്ക് ഇന്നെത്തിയിരിക്കുന്നത് 9 യുദ്ധവീരന്മാരാണ്, 9 ജലചക്രവർത്തിമാരാണ്, 9 യുദ്ധവീരന്മാര്, 9 പടക്കപ്പലുകള്. അതെ, 2025 നെഹ്റു ട്രോഫിയില്, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിലെ മത്സരവേദിയില് 21 ചുണ്ടൻ വള്ളങ്ങളിൽ കടഞ്ഞെടുത്ത 9 ജലരാജാക്കന്മാര്. കൈനകരിയിൽ തുടങ്ങിയ 1ാം ജലയുദ്ധം പിന്നീട് അതേ താഴത്തങ്ങാടിയും പിറവവും കോട്ടപ്പുറവും പുളുങ്കുന്നും കരുവാറ്റായും പാണ്ടനാടും കഴിഞ്ഞ് 8ാം ജലയുദ്ധം ഇന്ന് കായംകുളത്ത് അരങ്ങേറുകയാണ്. ഇതാ മരച്ചില്ലകളിൽ വരെ കായിക താരങ്ങൾ അല്ലെങ്കിൽ കായിക പ്രേമികൾ എത്തി നിൽക്കുകയാണ്. എത്ര മനോഹരമായ ദൃശ്യം, ഒന്നും ചിന്തിക്കാനില്ല. അവിടെ ഇരുന്ന് ചൂണ്ടയിടാം, മീൻ പിടിക്കാം, ഇവിടെ ഈ വള്ളംകളിയും കാണാം, ആരും ശല്യപ്പെടുത്തുകയില്ല. മനോഹരമായി അതേ കട്ടംപ്ലാവ് എന്ന ആ ചെടിയുടെ മറവില് വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം പൊഴിച്ചു നിൽക്കുന്ന ആ മനത്തില് മനോഹരമായി ഒരു കാരണവര് ഈ കായംകുളം കായലിലേക്ക് നോക്കുകയാണ്. മനോഹരമായി ആരടാ ഇതിലെ കടന്നു വരുന്നത്? ഇനിയും അവിടെ നിന്ന് അമ്പെയ്യാനാണോ? യുദ്ധ സന്നാഹം അദ്ദേഹം ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. അദ്ദേഹത്തിന്റെ നോട്ടം അല്പം പിശകിലേക്ക് മാറുകയാണ്. ഏതായാലും കായംകുളം ഇന്ന് ചർച്ചാ വിഷയമാകുകയാണ്. അതേ, ജലയുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമ്മുടെ നാട്, വിജയപരാജയങ്ങൾ തമ്മിലുള്ള ആ മത്സരം എന്ന് പറയുന്നത് മൈക്രോ സെക്കൻഡുകളിലേക്ക് മാറുകയാണ്. ഇതിന്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാമായ ശ്രീ RK കുറുപ്പ് സാർ പറയുന്നത് പോലെ മിന്നൽ പിണരായി കടന്നു വരുന്ന ജലരാജാക്കന്മാര്. അതേ, കണ്ണുകൾക്ക് പോളകൾക്ക് അല്ലെ കൃഷ്ണമണികൾക്ക്, നമ്മുടെ കണ്ണുകൾക്ക് അതേ കൽപ്പിക്കുവാൻ പറ്റാത്ത അല്ലെങ്കിൽ വിധി നിർണയിക്കുവാൻ പറ്റാത്ത വിധത്തിലേക്ക് മത്സരത്തിന്റെ വീറുമാറുകയാണ്. ഓരോ മൈക്രോ സെക്കൻഡ്, മില്ലി മൈക്രോ സെക്കൻഡുകൾക്ക് ഓരോ വിജയവും മാറി മറിയുകയാണ്. അതാണ് കായംകുളത്ത് ഇന്ന് അട്ടിമറി ഉണ്ടാകുമോ എന്നേവരും സൂക്ഷിച്ചു നോക്കുന്നത്. പാണ്ടനാട് നിരണം അട്ടിമറിക്ക് വേണ്ടി ശ്രമിച്ചു. ഇന്ന് വീണ്ടും നിരണം ഫൈനലിലേക്ക് എത്തുമ്പോൾ അതേ ഈ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഇത്ര കൃത്യതയോടുകൂടി നടക്കുമ്പോൾ ഇതിന്റെ ഒഫീഷ്യൽസിനെ ഞങ്ങൾ ഔദ്യോഗികമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ബൈക്ക് D സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ്. നന്ദി. ചാമ്പ്യൻസ് ബോർഡ് ലീഗ് 5ാം സീസൺ ഒഫീഷ്യൽസ് ശ്രീ RK കുറുപ്പ് ചീഫ് കോർഡിനേറ്റർ, ശ്രീ KK ഷാജു
Chief Starter, Sri S.M. Iqbal, Race Coordinator, Sri K.A. Pramod, Assistant Stage Coordinator, Sri Tom Joseph, Sports Council, Deputy Chief Starter, Sri A.V. Murali, Starter, Sri Sunil Kumar P.V., Starter, Sri Anil Kumaram, Starter, Sri Albin Thomas, Chief Umpire, Sri M.V. Altaf, Deputy Chief Umpire, Sri Praveen K.P., Umpire, Sri Pranavam Srikumar, Umpire, Sri Santosh Kumar Karichal, Umpire, Sri Tom Joseph, Umpire, Sri Reggie K.S., Chief Judge, Sri Haran Babu, Judge, Sri Kummanam Ashraf, Chief Marshal, Sri Suresh Kumar K., Chief Timekeeper, Sri Sul Kumar T.S., Timekeeper, Sri Subish S., Timekeeper, Sri Ton B.T., Timekeeper, Sri S. Gopalakrishnan, Marshal, Sri Varghese Valiyakan, Marshal, Sri P.I. Abraham, Field Marshal, Sri Tangachan Patatil, Field Marshal, Sri Jose Kavanad, Field Marshal, Sri Vinesh P., Field Marshal, Sri Johnson Y., Observer, Sri Shandakumar K., Observer, Sri Dilip Kumar, Field Marshal, Sri T.G. Abhilash Kumar, Joint Director Tourism Thiruvananthapuram, CBL Nodal Officer and Event Coordinator, Sri Prabhat D.V., Deputy Director Tourism Alappuzha, Dr. A. Ansar KAS, Deputy Director, Sri Afsal Y, Tourism Information Officer. കൂടാതെ ആലപ്പുഴ ജില്ലാ ഓഫീസ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ആലപ്പുഴ ജില്ലാ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും സംഘാടകരായി പ്രവർത്തിക്കുന്നു. കമന്ററി ബോക്സിൽ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഞാൻ ഡി സജി ഹരിപ്പാട് തത്സമയ സംപ്രേഷണം നൽകിക്കൊണ്ട് കേരള വിഷൻ, CD നെറ്റ്, ഫൈറ്റിംഗ് റോവേഴ്സ്, കളേഴ്സ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് KMCN ചേർത്തല. ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് 5ാം സീസൺ 8ാമത് മത്സരം ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഫൈനൽ മത്സരത്തിൻ്റെ ഫിക്സ്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരം 1ാം ട്രാക്കിൽ ചമ്പക്കുളം, 2ൽ പായിപ്പാടൻ, 3ൽ കാരിച്ചാൽ. ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ 1ൽ നടുഭാഗം, 2ൽ മേൽപ്പാടം, 3ൽ ചെറുതന. ഫൈനൽ മത്സരം ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് 5ാം സീസണിന്റെ 8ാമത് മത്സരം കായംകുളത്ത്, ഈ കായംകുളം കായലിൽ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് 1ാം ട്രാക്കിൽ നിരണം, 2ാം ട്രാക്കിൽ നടുവിലപ്പറമ്പൻ, 3ാം ട്രാക്കിൽ വീയപുരം. അങ്ങനെ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സ്ചർ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാണികൾ എല്ലാവരും ആകാംക്ഷയോടെ ഈ കായലിൻ്റെ ഓരങ്ങളിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ ശ്രീ കെ സദാശിവൻ XMLA സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ദാൽ തടാകമെന്ന് വിശേഷണമുള്ള കായംകുളം കായൽ, ലോകപ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമനാണ് ദാൽ തടാകമെന്ന് വിശേഷിപ്പിച്ചത് ഈ കായംകുളം കായലിനെ. കടലും കായലും കൈകോർത്ത് പിടിക്കുന്ന കായംകുളം കായൽ, വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സ്വാധീനം ചെലുത്തുന്ന കായംകുളം കായൽ, കേരളത്തിലെ കായലോര പട്ടണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഈ കായംകുളം കയർ വ്യവസായവും മത്സ്യബന്ധനവും വിനോദസഞ്ചാരവും എന്നിവയ്ക്ക് പ്രസിദ്ധമായ കായംകുളം കായൽ. കായംകുളത്തിൻ്റെ ആദ്യ പേര് ഓടനാടെന്നായിരുന്നു. ഇന്നത്തെ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർന്നതായിരുന്നു ഓടനാട്. നീണ്ട കടൽ തീരമുള്ള രാജ്യമായിരുന്നു ഈ കായംകുളം. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായി കായംകുളം രാജ്യത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. 1746 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജ്യത്തെ തിരുവിതാംകൂറിനോട് ചേർത്തു. ഓടനാട് എന്ന പേര് പിന്നീട് ഓണാട്ടുകര എന്നായി. മലയാള നാടിനെ കാർഷിക വിളകൾ കൊണ്ട് ഓണമൂട്ടിയ കരയായതുകൊണ്ടാവും പിന്നീട് ഓണാട്ടുകരയെന്ന് അറിയപ്പെട്ടത്. കാർത്തികപ്പള്ളി, മാവേലിക്കര, കരുനാഗപ്പള്ളി എന്നീ താലൂക്കുകളും കുന്നത്തൂർ താലൂക്കിലെ സൂര്യനാട് വടക്ക്, സൂര്യനാട് തെക്ക് പഞ്ചായത്തുകളും ചേരുന്നതാണ് ഓണാട്ടുകര. ഞാനിത് പറയുമ്പോൾ കായലിൽ ഇങ്ങനെ ചെറുപ്പക്കാർ കായലിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ ആവേശം പങ്കിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കായേൻ പ്ലസ് കളമാണ് കായംകുളമായി മാറിയതെന്ന് പറയപ്പെടുന്നു. കളമെന്ന വാക്കിന് കൃഷിഭൂമി, വയൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഐതിഹ്യമനുസരിച്ച് ആദത്തിന്റെ മൂത്തപുത്രനായ കായേന്റെ
കൃഷിയിടം ഇവിടമായിരുന്നു എന്ന് പറയപ്പെടുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഈ കായംകുളത്താണ്. താപവൈദ്യുത നിലയം കായംകുളത്തുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പഠനത്തിനായി താമസിച്ച വാരണപ്പള്ളി തറവാട് കായംകുളത്തിനടുത്താണ്. പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ അധീനതയിലുള്ള കൃഷ്ണപുര കൊട്ടാരം ഇവിടെയുണ്ട്. കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മസ്ഥലമാണിത്. KPACയുടെ ആസ്ഥാനമാണ്. അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം കണ്ടെടുത്തത് ഈ കായംകുളം കായലിന്റെ അടുത്തു നിന്ന്, കായംകുളം കായലിൽ നിന്നാണ്. മധ്യ കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കർ രക്തസാക്ഷിത്വം വഹിച്ചത് ഈ കായംകുളം കായലിലാണ്. ഹലോ, ഈ നമ്മുടെ ഒഫീഷ്യൽസ് കർശനമായി മുഴുവൻ വള്ളങ്ങളെയും സ്റ്റാർട്ടിംഗ് മുതൽ എത്തിക്കണം. നമ്മളിപ്പോൾ തീരുമാനിച്ചതിൽ നിന്ന് 15 മിനിറ്റ് വൈകിയിരിക്കുന്നു. കാലാവസ്ഥയും വേലിയിറക്കവും നമ്മളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അടിയന്തരമായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വള്ളങ്ങൾ എത്തിച്ച് ഫൈനൽ ആരംഭിക്കണം. ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, ഇന്ത്യൻ ആർമിയിലെ ധീര സൈനികനായ കേണൽ ഇർഷിരാജലക്ഷ്മി അവറുകൾ നമ്മുടെ കായംകുളം സ്വദേശിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കിനിടയിലും ഈ ജലമാമാങ്കം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാറിന് സംഘാടക സമിതിക്കുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം കായംകുളത്തിൻ്റെ ഒരു സ്നേഹോപഹാരം ബഹുമാനിയായ അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ സാന്നിധ്യത്തിൽ വെച്ച് അഡ്വക്കേറ്റ് അമൽ UK അദ്ദേഹത്തിന് ഈ കായംകുളത്തിൻ്റെ എളിയ ഉപഹാരം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കായംകുളത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനീയനായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജ് ലക്ഷ്മി സാറിനെയും ഒപ്പം പുരസ്കാരം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അമൽ UK-യും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സംഘാടക സമിതിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ. ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാന്യനായ ഭാരതത്തിൻ്റെ അഭിമാനമായ, ഇന്ത്യയുടെ ഓരോ പൗരൻ്റെയും അഭിമാനമായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. പ്രിയമുള്ളവരെ, ഫൈനൽ മത്സരം ആരംഭിക്കണം. ഇപ്പോൾ അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കും. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഫൈനൽ മത്സരമാണ് ഇനിയും ആരംഭിക്കാൻ പോകുന്നത്. ഈ ഫൈനൽ മത്സരവും അതിനുശേഷം നടക്കുന്ന സമ്മാനദാനവും, ഇവിടെ ഈ പ്രധാന വേദിയിൽ സമ്മാനദാനം നടക്കുന്ന വേദിയിൽ ഇവിടെ വേണ്ടതിലധികം കസേരകളുണ്ട്. അവിടെ ഇരുന്ന് എല്ലാവരും കാണണം. ഇതൊരു സർക്കാർ പരിപാടിയാണ്. നമ്മൾ അതിൻ്റെ ചിട്ടയ്ക്കാണ് നടത്തുന്നത്. അതുകൊണ്ട് അതിനെല്ലാവരും ഒരുപോലെ ഇത് വളരെ നന്നായി ദൃശ്യമാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാനുമൊക്കെയുള്ള സൗകര്യത്തിൽ നമുക്ക് അതിമനോഹരമായി ഫൈനൽ നടത്തണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഫൈനൽ ആരംഭിക്കണം. കമൻട്രി. താങ്ക് യു സാർ.
സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ 8ാം മത്സരത്തിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് ഇതാ തിരശീല ഉയരാൻ പോകുകയാണ്. അതേ കേരളത്തിലെ കായിക ജലോത്സവങ്ങളിൽ വീറും വാശിയും തെളിയിച്ചിട്ടുള്ള 9 ജലരാജാക്കന്മാരും 9 പടക്കപ്പലും ഇന്ന് കായംകുളം കായലിലേക്ക് ഇറങ്ങുകയാണ്. ഫസ്റ്റ് ലൂസേഴ്സിൽ 1ാം ട്രാക്കിൽ വരുന്നത് ചമ്പക്കുളം, 2ാം ട്രാക്കിൽ വരുന്നത് പായിപ്പാട്, 3ാം ട്രാക്കിൽ കാരിച്ചാൽ. ലൂസേഴ്സ് ഫൈനലിൽ 1ാം ട്രാക്കിൽ നടുഭാഗം, 2ാം ട്രാക്കിൽ മേൽപ്പാടം, 3ാം ട്രാക്കിൽ ചെറുതന. ആവേശകരമായ 8ാം ജലയുദ്ധത്തിന്റെ ഫൈനലില് 1ാം ട്രാക്കിൽ നിരണം, 2ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, 3ാം ട്രാക്കിൽ വീയപുരം. അങ്ങനെ ജലയുദ്ധത്തിന് സമയം സമാഗതമാകുമ്പോൾ ഫസ്റ്റ് ലൂസേഴ്സ് മത്സരത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരുങ്ങുകയാണ്. 1ാം ട്രാക്കിൽ ചമ്പക്കുളം പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുമായി 9ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വേവ് ഗ്ലൈഡേഴ്സിന്റെ ചമ്പക്കുളം 1 വരുമ്പോൾ 2 കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ബൈക്ക് വാട്ടർ വാരിയേഴ്സ് പായിപ്പാട് 28 പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുമ്പോൾ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ തണ്ടർ റോഡ്സിന്റെ കാരിച്ചാൽ പോയിന്റ് പട്ടികയിൽ 29 പോയിന്റുമായി ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1ാം ട്രാക്കിൽ ചമ്പക്കുളം, 2ാം ട്രാക്കിൽ പായിപ്പാട്, 3ാം ട്രാക്കിൽ കാരിച്ചാൽ. ശേഷം വിവരണത്തിനുമായി കെ.ഡി. സജി ഹരിപ്പാടിലേക്ക്. നന്ദി ശ്രീ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഫസ്റ്റ് ലൂസേഴ്സ് മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് ബോളിൽ സമാരംഭിച്ചിരിക്കുന്നു. 1ാം ട്രാക്കിൽ ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വേവ് ഗ്ലൈഡേഴ്സിന്റെ ചമ്പക്കുളം. സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ക്യാപ്റ്റൻ, ബൈജപ്പൻ ചേന്നങ്കരി ലീഡിംഗ് ക്യാപ്റ്റൻ എങ്കിൽ 2ാം ട്രാക്കിൽ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ അരുൺ പ്രകാശ് ക്യാപ്റ്റൻ, പുരുഷൻ നാഷ്ടാന്ത്ര ലീഡിംഗ് ക്യാപ്റ്റൻ എങ്കിൽ 3ാം ട്രാക്കിൽ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ തണ്ടർ റോഡ്സിന്റെ കാരിച്ചാൽ അജിത് കുമാർ ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റൻ ഗാന്ധിരാജ് പള്ളാത്തുരുത്തി. 3ാം ട്രാക്കിലെ കാരിച്ചാല് മുന്നേറി കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ, നെഹ്റു ട്രോഫികൾ വാരിക്കൂട്ടിയ കാരിച്ചാലാണ് 3ാം ട്രാക്കിൽ ചുവന്ന ജേഴ്സി ഇട്ടുകൊണ്ട് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം സീസണിന്റെ 8ാമത് മത്സരം കായംകുളം കായലിൽ അരങ്ങേറുമ്പോൾ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി അവറുകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കായംകുളം ജലോത്സവത്തിന്റെ ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് 1ാം ട്രാക്കിൽ ചമ്പക്കുളം പ്രാഥമിക മത്സരത്തിൽ 9ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുമായി 9ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ 1ാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ പ്രാഥമിക മത്സരത്തിൽ 8ാം സ്ഥാനത്ത് വന്ന പായിപ്പാടൻ പോയിന്റ് പട്ടികയിൽ 28 പോയിന്റുമായി 7ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന പായിപ്പാടനെങ്കിൽ 3ാം ട്രാക്കിൽ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ തണ്ടർ റോഡ്സിന്റെ കാരിച്ചാൽ പോയിന്റ് പട്ടികയിൽ 29 പോയിന്റുമായി 6ാം സ്ഥാനത്ത് നിലകൊള്ളുന്ന കാരിച്ചാൽ അജിത് കുമാർ ക്യാപ്റ്റനെങ്കിൽ ഗാന്ധിരാജ് പള്ളാത്തുരുത്തി ലീഡിംഗ് ക്യാപ്റ്റനാണ്. 3ാം ട്രാക്കിലെ കാരിച്ചാൽ ഇങ്ങനെ ഒരു വള്ളപ്പാടോളം മുന്നിലായി കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ? പങ്കായക്കാരങ്ങനെ ആ കൊത്തിയെറിയുന്ന കാഴ്ച നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ആ വള്ളത്തെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് കുറച്ച് പങ്കായക്കാർ 2 പങ്കായക്കാർ നിൽക്കുമ്പോൾ ബാക്കി പങ്കായക്കാർ കായംകുളം കായലിന്റെ അടിത്തട്ടിലേക്ക് പങ്കായം കറക്കി അങ്ങോട്ട് കുത്തിയെറിയുന്നു. ഒരു വള്ളപ്പാടിന് മുന്നിലായിട്ട് കാരിച്ചാല് ചുവന്ന ജെഴ്സിയിട്ട് കൊണ്ട് തുഴഞ്ഞു വരുന്ന കാഴ്ച കണ്ടില്ലേ? അജിത് കുമാറിന്റെയും ഗാന്ധിരാജിന്റെയും നേതൃത്വത്തില് കാരിച്ചാല് അങ്ങ് പടിഞ്ഞാറ് നിന്ന് ഈ മത്സ്യകന്യകയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്ന കാഴ്ച കണ്ടില്ലേ? സുന്ദരമായ കാഴ്ച. അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മഴ പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ടെങ്കിൽ പോലും ആവേശമലയടിക്കുകയാണ്. കായംകുളം കായലിന്റെ കരകളിൽ ആവേശത്തിന്റെ വഞ്ചിപ്പാട്ടിന്റെ രാഗതാളലയ തരംഗങ്ങൾ അലയടിക്കുകയാണ്. കാരിച്ചാല് പിടിവിട്ടു വരുന്ന കാഴ്ച. ഒരു വള്ളപ്പാടിന് മുകളിൽ ഏതാണ്ട് 1.5 വള്ളപ്പാടിന് മുകളിൽ കാരിച്ചാല് ലീഡെടുത്തുകൊണ്ട് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ തണ്ടർ റോഡ്സ്
സ്പോർട്സിന്റെ കാരിച്ചാൽ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാന്ധിരാജ് പള്ളാത്തുരുത്തിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ പാഞ്ഞെടുക്കുകയാണ്. കായംകുളം കായലിന്റെ ഓളപ്പരപ്പിന് ആവേശം പകർന്നുകൊണ്ട് കാരിച്ചാല് മുന്നേറി കുതിച്ചു പാഞ്ഞു വരുമ്പോൾ പായിപ്പാടനും ചമ്പക്കുളവും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു വരുന്ന കാഴ്ച. എന്റെ കാരിച്ചാലെ, നിന്റെ 5 പങ്കായങ്ങൾ അന്തരീക്ഷത്തിൽ കറക്കിയിട്ട് നീ കായംകുളം കായലിലേക്ക് കുത്തിയെറിയുമ്പോ കാരിച്ചാല് പടയോട്ടം നടത്തി പാഞ്ഞെടുക്കുന്ന കാഴ്ച കാണുന്നു. ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ ഡി.സി. ഹരിപ്പാട്. 16 തവണ പുന്നമട കായൽ കിടുകിടാ വിറപ്പിച്ച ജലചക്രവർത്തി എന്ന പേരിൽ നിറഞ്ഞു നിൽക്കുന്ന കാരിച്ചാൽ, അത് ചമ്പക്കുളവും പായിപ്പാടും കാരിച്ചാലും തമ്മിൽ ഒരിഞ്ഞു പോരാടുമ്പോൾ സജി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 വള്ളപ്പാടിന് മകളില് ഇതാ കാരിച്ചാൽ കായംകുളം കായലിലൂടെ ചുമല ജേഴ്സിയില് പറക്കുകയാണ്. ഇടിത്തട്ടില് ഇടിയൊച്ചയുടെ ഇടിനാളത്തില് അടവങ്കായങ്ങൾ കറങ്ങുകയാണ്, നയമ്പുകൾ കൂത്തി വലിക്കുകയാണ്, ഇടിച്ചു കുത്തുകയാണ്. അയ്യടാ പോയടാ, ഇതാ ഇതാ കായംകുളം കായലില് ഇതാ കാരിച്ചാൽ ഫസ്റ്റ് ലൂസേഴ്സിന് എതിരാളികളായ പായിപ്പാടനെയും ചമ്പക്കുളത്തെയും പിടിച്ചു തള്ളി വള്ളപ്പാടുകൾക്ക് മുൻപേ കുതിക്കുകയാണ്. ഇതാ ചമ്പക്കുളവും പായിപ്പാടും തമ്മിലുള്ള പോരാട്ടം. ഇത് ജലയുദ്ധമാണ്, ജലപോരാട്ടമാണ്. പായിപ്പാട് ചമ്പക്കുളം ആരാണ് മുൻപില്? അല്പം മുൻപിൽ പായിപ്പാട്, അല്പം മുൻപിലേക്ക് ഇല്ല ചമ്പക്കുളം എത്തുന്നു. പായിപ്പാടും ചമ്പക്കുളവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. അങ്ങനെ ഫസ്റ്റ് ലൂസേഴ്സ് അവസാനിക്കുമ്പോൾ കാരിച്ചാൽ പോയിന്റ് പട്ടികയിൽ 26 പോയിന്റ് 29 പോയിന്റുകളുമായി 6ാം സ്ഥാനത്ത് തണ്ടറോൾസിന്റെ പേരിൽ നിലനിൽക്കുമ്പോൾ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് അജിത് കുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ ഗാന്ധിരാജിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കടന്നുപോയെങ്കിൽ ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അതേ വേവ് ഗ്ലൈഡേഴ്സിന്റെ പേരിൽ പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുകളുമായി 9ാം സ്ഥാനത്ത് നിലയുറപ്പിക്കുമ്പോൾ സണ്ണി ജേക്കബിന്റെ ക്യാപ്റ്റൻസിയിൽ ബൈജോപ്പൻ ചേന്നങ്കരിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ എങ്കിൽ പായിപ്പാട് 28 പോയിന്റുകളുമായി 7ാം സ്ഥാനത്ത് ബൈക്ക് വാട്ടർ വാരിയേഴ്സിന്റെ പേരിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അരുൺ പ്രകാശിന്റെ ക്യാപ്റ്റൻസിയിൽ പുരുഷന്റെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ കടന്നു പോകുമ്പോൾ ലൂസേഴ്സ് ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. 1ാം ട്രാക്കിൽ നടുഭാഗം, 2ാം ട്രാക്കിൽ മേൽപ്പാടം, 3ാം ട്രാക്കിൽ ചെറുതന. പോയിന്റ് പട്ടികയിൽ 54 പോയിന്റുകളുമായി 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന നടുഭാഗം. പോയിന്റ് പട്ടികയിൽ 61 പോയിന്റുമായി 2ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന മേൽപ്പാടം. പോയിന്റ് പട്ടികയിൽ 27 പോയിന്റുകളുമായി 8ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചെറുതന. നടുഭാഗം ട്രിപ്പിൾ ബ്രേക്കേഴ്സ് പുന്നമട ബോട്ട് ക്ലബ്ബ്, മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ട്രോപ്പിക്കൽ ടൈറ്റൻസ്, ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ബൈക്ക് വാട്ടർ ചാർജേഴ്സ്. അങ്ങനെ നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും തമ്മിലുള്ള മത്സരം ആരംഭിക്കുവാൻ പോകുന്നു. ശേഷം വിവരണത്തിന് മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക്. ചമ്പക്കുളം ജോളി എതിരേറ്റ് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം. 1ാം ട്രാക്കിൽ നടുഭാഗം, 2ാം ട്രാക്കിൽ മേൽപ്പാടം, 3ാം ട്രാക്കിൽ ചെറുതന. 1ാം ട്രാക്കിൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബിന്റെ റിപ്പിൾ ബ്രേക്കേഴ്സിന്റെ നടുഭാഗം. ഷിബു അഗസ്റ്റിൻ ക്യാപ്റ്റനായിട്ടുള്ള ജോഷ് ഷിമോൻ പി പുന്നമട ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം. മത്സരം ആരംഭിച്ച് ഇത് മുന്നോട്ട് കുതിച്ചു വരുന്ന കാഴ്ച. 2ാം ട്രാക്കിൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം, ട്രോപ്പിക്കൽ ടൈറ്റൻസിന്റെ മേൽപ്പാടം സോളി വർഗീസ് മേൽപ്പാടം ക്യാപ്റ്റൻ, മനോജ് പത്തുതങ്ങങ്കല് ലീഡിംഗ് ക്യാപ്റ്റൻ. കഴിഞ്ഞ 4 സീസണും സ്വന്തമാക്കിയ മേൽപ്പാടത്ത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം. കഴിഞ്ഞ 4 സീസൺ 2019 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നടുഭാഗത്തിൽ സീസൺ സ്വന്തമാക്കിയെങ്കിൽ 2022 കാട്ടിത്തക്കതിലാണ് വള്ളത്തിലാണ് വിജയിച്ചതെങ്കിൽ 2023 വീയപുരം ചുണ്ടലിലാണ് സീസൺ പിടിച്ചടക്കിയെങ്കിൽ 2024 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കാരിച്ചാലിലാണ് സീസൺ പിടിച്ചടക്കിയെങ്കിൽ ഇവിടെ ഇക്കുറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടം ചുണ്ടലിൽ ഇതാ കടന്നു വരുന്നു. 3ാം ട്രാക്കിൽ ചെറുതന, ഹെലൻ പാലത്ര ക്യാപ്റ്റനായിട്ടുള്ള ബാബുക്കുട്ടൻ കറുകയിൽ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ചെറുതന. ഇവിടെ ഹീറ്റ്സ് മത്സരത്തിൽ ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ്
ചെറുതന ഇവിടെ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ച ഒപ്പത്തിനൊപ്പമാണ്. ഇഞ്ചോടിഞ്ചെന്ന് തന്നെ പറയാം. പള്ളാത്തുരുത്തി വേൾഡ് കപ്പിന്റെ BBC-യുടെ മേൽപ്പാടം അല്പം മുന്നിലേക്ക് ഇല്ല, നടുഭാഗം ഒപ്പത്തിനൊപ്പമുണ്ട്. ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല. മൂന്ന് വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പൊരുതി ഇതാ മുന്നേറുന്ന കാഴ്ച. ചെറുതന ഇവിടെ അത്ഭുതം കാഴ്ചവെക്കുന്നു. ഇവിടെ മേൽപ്പാടത്തെ പള്ളാത്തുരുത്തിയെ പിടിച്ചു കെട്ടുന്നു. നടുഭാഗം പള്ളാത്തുരുത്തി വേൾഡ് കപ്പിനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നു. നടുഭാഗവും ഇതാ മേൽപ്പാടവും ചെറുതനയും എങ്ങനെ കുതിച്ച് പാഞ്ഞ് അടുക്കുന്ന കാഴ്ച. മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര ശബ്ദങ്ങളെ, നീതിശാസ്ത്രങ്ങൾ തിരുത്തി കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാങ്കുരങ്ങളെ, കടന്നു വരൂ എന്റെ നടുഭാഗമേ, എന്റെ മേൽപ്പാടമേ, എന്റെ ചെറുതനെ, എന്റെ പുന്നമട വേൾഡ് കപ്പേ, എന്റെ പള്ളാത്തുരുത്തി വേൾഡ് കപ്പേ, എന്റെ തെക്കേക്കര വേൾഡ് കപ്പേ. തെക്കേക്കര വേൾഡ് കപ്പിന്റെ കരുത്ത് കാണുന്നില്ലേ? മൂന്നാം ട്രാക്കിലെ ചെറുതന, ഒന്നാം ട്രാക്കിലെ നടുഭാഗം പുന്നമട വേൾഡ് കപ്പിന്റെ ജോഷിമോൻ പുന്നമടയുടെ തന്ത്രങ്ങൾ ഇവിടെ വിജയിക്കുമോ? അതോ പള്ളാത്തുരുത്തി വേൾഡ് കപ്പിന്റെ മനോജ് പത്തുതങ്ങുങ്കലിന്റെ തന്ത്രങ്ങൾ ഇവിടെ വിജയിക്കുമോ? ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി വേൾഡ് കപ്പ് കഴിഞ്ഞ 4 സീസണിലെ ചാമ്പ്യന്മാരായിരുന്ന പള്ളാത്തുരുത്തി വേൾഡ് കപ്പിനെ നടുഭാഗം പിടിച്ചു കെട്ടുമോ? അതോ ചെറുതന ചരിത്രം തിരുത്തി കുറിക്കുമോ? അതെ, ചെറുതന ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് തോന്നുന്നത്. ഇല്ല, മേൽപ്പാടമുണ്ട്, നടുഭാഗമുണ്ട്, പുന്നമട വേൾഡ് കപ്പുണ്ട്, പള്ളാത്തുരുത്തി വേൾഡ് കപ്പുണ്ട്, തെക്കേക്കര വേൾഡ് കപ്പുണ്ട്. ഒരു ഫൈനൽ മത്സരത്തെ ഓർമ്മിപ്പിക്കുമാറ് അല്പം പോലും വ്യത്യാസമില്ലാതെ ഇഞ്ചിന് പൊരുതി ഒപ്പത്തിനൊപ്പം കുനിഞ്ഞു കുത്തുന്ന കാഴ്ച കണ്ടില്ലേ? നടുഭാഗം, മേൽപ്പാടം, ചെറുതന, അമ്പമ്പോ. ഇതാണ് മത്സരം, ഇതാണ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനൽ അല്ല, ഫൈനൽ മത്സരം പോലെ. നടുഭാഗം, മേൽപ്പാടം, ചെറുതന, ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും തമ്മിൽ പൊരിഞ്ഞു പോരാടുകയാണ്. നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് റിപ്പീറ്റ് ബ്രേക്കേഴ്സ്, മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ട്രോപ്പിക്കൽ ടൈറ്റൻസ്, അത് ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് വൈറ്റ് വാട്ടർ ചാർജേഴ്സ്. കഴിഞ്ഞ സീസണുകളിൽ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളായ നടുഭാഗം. എങ്കിലും മേൽപ്പാടം അതേ ഇക്കുറി വിജയത്തിന്റെ വിജയപത്താവിലേക്ക് എത്തുവാൻ വേണ്ടി പള്ളാത്തുരുത്തി വന്നു. പക്ഷേ കഴിഞ്ഞ 4 സീസണുകൾ അടക്കി ഭരിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതാ മേൽപ്പാടത്തിൽ വരുന്നു. അഴകിന്റെ രാജകുമാരൻ, തെക്കേക്കരയുടെ അഭിമാനമായി ചെറുതന അതേ 3 വരികയാണ്. 1 നടുഭാഗം ഇല്ല, 1 നടുഭാഗം അല്പം മുൻപിലേക്ക് കുതിക്കുന്നു. പുന്നമട ഇല്ല, മേൽപ്പാടം വരികയാണ്. നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും. ഇതാ മത്സര വീര്യം, ഇതാ മേൽപ്പാടം, നടുഭാഗം, ചെറുതന. ഒരു ഫൈനലിന്റെ പ്രതീതി ഇവിടെ ഉയരുകയായിരുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ 8ാം മത്സരത്തിന്റെ ലൂസേഴ്സ്. അതേ, നടുഭാഗവും മേൽപ്പാടവും ചെറുതനയും കടന്നുപോയി. അതേ, നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് ഷിബു അഗസ്റ്റിൻ ക്യാപ്റ്റൻ, ജോഷിമോൻ പി പുന്നമട ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വന്നു. എങ്കിൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സോളി വർഗീസ് മേൽപ്പാടം ക്യാപ്റ്റൻ, മനോജ് പത്തുതങ്ങല ലീഡിംഗ് ക്യാപ്റ്റനായി കടന്നു വന്നു. ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ഹലൻ ബാലാത്ര, അതേ ബാബുക്കുട്ടൻ കറുകയിൽ ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റനായി ജെയിംസ് കുട്ടി കക്കാക്കുഴി. ഇനിയുമാണ് അങ്ങനെ ഫസ്റ്റ് ലൂസേഴ്സ് അവസാനിക്കുന്നു. ഇനിയുമാണ് ജലയുദ്ധത്തിന്റെ കായംകുളം കായല്. ആര് കായടക്കം? ചെമ്പകശ്ശേരി രാജാവോ അതോ കായംകുളം രാജാവോ അതോ നിരണമോ നടുവിലെ പറമ്പനോ വീയപുരമോ? ജലോത്സവ ലോകം അടക്കി വാണിരുന്ന പള്ളാത്തുരുത്തിയുടെ കൊമ്പന്മാരെ പിടിച്ചു കെട്ടി വീര ഇതിഹാസം സൃഷ്ടിച്ച് 5ാം സീസണില് കുതിച്ചു പായുന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി വീയപുരത്തിലൂടെ കടന്നു വരികയാണ്. 70 പോയിന്റുകളുമായി പോയിന്റ് പട്ടികയില് 1ാം സ്ഥാനത്ത്. എങ്കില് വീണു പോകില്ല എന്ന് വിളിച്ചു പറയുന്ന നിരണവും സംഘവും
അതേ പാണ്ടനാട് ചെങ്ങന്നൂർ പാമ്പനാട് കിടുകിടാ വിറപ്പിച്ചവര് വില്ലേജ് ബോട്ട് ക്ലബിനെ അതേ മുൾമുനയിൽ നിർത്തിയ നിരണവും സംഘവും വരികയാണ് ഒന്നിലൂടെ. എങ്കില് കോട്ടയുടെ പെരുമയിൽ എത്തുകയാണ് ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ് നടുവിലെ പറമ്പനില് 1-2 അങ്ങനെ നിരണവും നടുവിലെ പറമ്പനും വീയപുരവും എത്തുവാൻ പോകുന്നു. 1 നിരണം ബോട്ട് ക്ലബ്ബ് വൈറ്റ് വാട്ടർ കിങ്, 2 നടുവിലെ പറമ്പൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ് ചുണ്ടൻ വാരിയേഴ്സ്, 3 വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് പ്രൈഡ് ചേഴ്സേഴ്സ്. ശേഷം വിവരണത്തിന് മൈക്ക് ഡി സജി ഹരിപ്പാടിലേക്ക്. നന്ദി ശ്രീ ചമ്പക്കുളം ജോളി എതിരേറ്റ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിന്റെ 8ാമത് മത്സരത്തിന്റെ ഫൈനൽ മത്സരത്തിന് ഇതാ വേദി സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അന്തരീക്ഷത്തിൽ ആവേശത്തിന്റെ കാർമേഘങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ആവേശത്തിന്റെ അതിതീവ്രമഴയായി കായംകുളം കായലിലേക്ക് ഇതാ ആവേശം പെയ്തിറങ്ങാൻ പോകുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 3 ജലരാജാക്കന്മാർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തനിമ ലോകത്തെ അറിയിക്കുന്ന ദൃശ്യവിസ്മയമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, കേരളത്തിന്റെ തുഴയാവേശത്തെ ഒറ്റ ചരടിൽ കോർക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 8ാമത് മത്സരത്തിന്റെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 1ാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള മോനപ്പൻ ആശാൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിരണം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ജോളി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ച നടന്ന പാണ്ടനാട് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ പാണ്ടനാടിനെ വിറപ്പിച്ചുകൊണ്ട് കടന്നുപോയ നിരണം 1ാം ട്രാക്കിൽ അതേ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറാൻ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 2ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ തുഴയുന്നത് ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകമാണ്. ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം ചുണ്ടൻ വാരിയേഴ്സ് ആണ് തുഴയുന്നത് നടുവിലെ പറമ്പനിൽ. ഡോൺ ജേക്കബ് എട്ടുപറയിലാണ് ക്യാപ്റ്റനെങ്കിൽ രാഹുൽ പ്രകാശാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. വീയപുരമാണ് 3ാം ട്രാക്കിൽ മത്സരിക്കുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വീയപുരം, പ്രൈഡ് ചേഴ്സേഴ്സിന്റെ വീയപുരം കഴിഞ്ഞ 8-7 മത്സരങ്ങളിലും വിജയിച്ച് 8ാമത്തെ മത്സരവും തുടർച്ചയായി വിജയിക്കുക എന്ന റെക്കോർഡ് ഇടാനിതാ തയ്യാറായി വീയപുരം വില്ലേജ് ബോട്ട് ക്ലബിന്റെ കരുത്തിൽ കടന്നു വരാൻ തയ്യാറാകുന്നു. കൈനകരിയും താഴത്തങ്ങാടിയും പിറവവും കോട്ടപ്പുറവും പുളിങ്കുന്നും കരുവാറ്റയും പാണ്ടനാടും കീഴടക്കി ഇതാ കായംകുളത്തിന്റെ കനകസിംഹാസനത്തിലെ കനകതാരകമാവാൻ ഇതാ വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ വീയപുരം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ജോസ് പുതിയാറയും ബിനു എച്ച് പുതുവലും സജു സെബാസ്റ്റ്യനും അതിന്റെ ക്യാപ്റ്റന്മാരാണെങ്കിൽ ബൈജു കുട്ടനാടാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. അങ്ങനെ ബൈജു കുട്ടനാടിന്റെ നേതൃത്വത്തിൽ ബേബി ചാക്കോയുടെ പരിശീലനത്തിൽ അവര് കടന്നു വരികയാണ്. ബേബി ചാക്കോ നമുക്കറിയാം സ്പോർട്സ് കൗൺസിലിന്റെ പഴയ കോച്ചാണ്, മുൻ കോച്ചാണ്. ദേശീയ ഗെയിംസിൽ കയാക്കിംഗ്, കനോയിങ് എന്നിവയിൽ ഒത്തിരി പേർക്ക് മെഡൽ നേടിക്കൊടുക്കുവാൻ കോച്ച് ചെയ്ത പരിശീലനം നൽകിയ ഈ ബേബി ചാക്കോയുടെ പരിശീലനത്തിൽ നേതൃത്വത്തിൽ വീയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് അജയ്യരായി നിലകൊള്ളുമ്പോൾ അവരെ പിടിച്ചു കെട്ടാൻ നിരണത്തിനാവുമോ? പാണ്ടനാട് കാണിച്ച ആ ശൗര്യമുണ്ടല്ലോ, ആ ഒരു ആവേശമുണ്ടല്ലോ, ആ ഒരു കരുത്തുണ്ടല്ലോ, അത് കായംകുളത്ത് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെ മുഴങ്ങുന്ന ചോദ്യം. നടുവിലെ പറമ്പന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഏതായാലും നിരണവും നടുവിലെ പറമ്പനും വീയപുരവും അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ അന്തരീക്ഷം കാർമേഘ മുഖരിതമായിരിക്കുമ്പോ ഈ അന്തരീക്ഷത്തിൽ നിന്നും മഴ ആരംഭിച്ചിരിക്കുന്നു.
ആത്മാവിനെ പുണർന്നൊഴുകുന്ന നിലാവിന്റെ കുളിർമയുമായി ഒന്നാം ട്രാക്കിൽ നിരണം അങ്ങ് തയ്യാറെടുക്കുകയാണ്. ആരൊക്കെയാണ്? നിരണം ബോട്ട് ക്ലബിന്റെ നിരണം. 2 നടുവിലെ പറമ്പൻ ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പൻ. 3 വീയപുരം വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരവും ഇതാ തയ്യാറായി നിൽക്കുന്ന കാഴ്ച. മത്സരം ആരംഭിക്കാൻ പോകുന്നു. ഫൈനൽ മത്സരം സമാരംഭിക്കാൻ പോകുന്നു. കായംകുളം കായലിന്റെ യുവരാജാവായി ആരഭിഷേകം ചെയ്യപ്പെടും എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. മഴ ആവേശത്തെ ഇതുവരെ തകർത്തിട്ടില്ല. ഇത് മത്സരം ഫൈനൽ മത്സരം. 1-ാം ട്രാക്കിൽ നിരണം, 2-ാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ, 3-ാം ട്രാക്കിൽ വീയപുരം. പൊരിഞ്ഞ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. നിരണത്തിന് വീയപുരത്തെ പിടിച്ചു കെട്ടാനാവുമോ? നടുവിലെ പറമ്പന് വീയപുരത്തെ പിടിച്ചു കെട്ടാനാവുമോ? ഏതായാലും നടുവിലെ പറമ്പനും നിരണവും അതുപോലെ വീയപുരവും ഇത കുനിഞ്ഞു കുത്തി പാഞ്ഞു വരുന്ന ഉജ്ജ്വലമായ കാഴ്ചയ്ക്ക് ഈ കായംകുളം കായല് വേദിയാവുകയാണ്. കാലത്തിൻ തനൂജകൾ ഋതുകന്യകൾ വന്ന് ലാളിച്ചു വളർത്തുന്ന പുഷ്പവാടിയിൽ നിന്ന് തെന്നലിൽ ഹിമഗംഗാ തരംഗങ്ങളിൽ ഒരു ധന്യ സൗരഭം ചുറ്റും ഒഴുകിപ്പരക്കുന്നു. നിങ്ങൾ കടന്നു വരുമ്പോൾ ഇതെന്തൊരു മത്സരമാണ്! വൈരാഗ്യമേറിയൊരു വൈദിക നാട്ടെ, ഏറ്റ വൈരിക്ക് മുമ്പുഴറി ഓടിയ ഭീരുവാട്ടെ, നേരെ വിടർന്ന് ഇലസിലിരുന്ന് നിന്നെ നോക്കി ആരാവിലെന്ത് നിധിയുള്ളവർ നിന്നിരിക്കാം എന്ന് കുമാരനാശാൻ പാടിയതുപോലെ 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാനാവാത്തത്ര ആവേശം ഇവിടെ വാരി വിതറിക്കൊണ്ട് 1-ലെ നിരണവും 2-ലെ നടുഭാഗവും 3-ലെ വീയപുരവും ഇതാ പൊരിഞ്ഞ പോരാട്ടം നടത്തി. ഈ കായൽ യുദ്ധത്തിൽ ആര് ജയിക്കും? ജോണി സൂചിപ്പിച്ചതുപോലെ കായംകുളം രാജാവ് ജയിക്കുമോ? ചെമ്പകശ്ശേരി രാജ്യം ജയിക്കുമോ? ആര് ജയിക്കും? ജലയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ലോകമഹാ ജലയുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജലയുദ്ധം. നിരണം ചുണ്ടനും നടുവിലെ പറമ്പനും അതുപോലെ വീയപുരവും ഇത കുതിച്ച് പാഞ്ഞ് അടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാനാവില്ല. കാനനപ്പൊയ്കയിൽ കണ്ണാടി നോക്കുന്ന താമരമുട്ടുകൾ പോലെ ഭൂമിൻ പുളകമാം പൂപ്പൊടി ചാർത്തിലെ ജീവചൈതന്യവുമായി കടന്നു വരികയാണ് നിരണം, നടുവിലെ പറമ്പൻ, വീയപുരം. അങ്ങനെ നിരണവും നടുവിലെ പറമ്പനും വീയപുരവും പൊരിഞ്ഞ പോരാട്ടം നടത്തി ഇതാ കുതിച്ചു പാഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? എത്ര മനോഹരമാണ് കാഴ്ച! നിരണം, നടുവിലെ പറമ്പൻ, വീയപുരം. കണ്ടില്ലേ? പങ്കാളങ്ങളാ താളക്കാരങ്ങോട്ട് താളമിട്ട് കൊടുക്കുന്നു. ചുണ്ടൻ വെള്ളത്തില് വെടിച്ചടിയില് ഇടിച്ചടിയിൽ ആഞ്ഞിടിക്കുമ്പോൾ വള്ളമങ്ങനെ പാഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? ജനങ്ങൾ അത്ഭുതാഘാത രോമഹർഷങ്ങൾ ജയപുഷ്പചക്രങ്ങൾ അർപ്പിക്കുകയാണ്. 1-ൽ നിരണം, 2-ൽ നടുവിലെ പറമ്പൻ, 3-ൽ വീയപുരം. നിരണവും നടുവിലെ പറമ്പനും വീയപുരവും ഇമാനുവൽ വട്ടപ്പ് കടന്നു വരുന്ന കാഴ്ച. പങ്കായങ്ങൾ കായംകുളം കായലിലേക്ക് കുത്തിയിറക്കുന്നു. 1-ാം തുടക്കാരൻ മുതൽ 1-ാം പങ്കായക്കാരൻ വരെ ആഞ്ഞു ശ്രമിക്കുകയാണ്. ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നിരണവും നടുവിലെ പറമ്പനും അതുപോലെ തന്നെ വില്ലേജ് ബോട്ട് കൈനകരിയുടെ വീയപുരവും പാഞ്ഞെടുക്കുന്ന സുന്ദരമായ എന്തൊരാവേശമാണ്! മനോഹര രൂപിണിമാരുടെ പാദസരങ്ങൾ കിലുങ്ങുകയാണ്. സപ്തസ്വര ജലദേവതമാരുടെ നൃത്തം കണ്ട് മയങ്ങുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈണം ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് നിരണം, നടുവിലെ പറമ്പൻ അതുപോലെ വീയപുരമാണോ? നടുവിലെ പറമ്പനാണോ? നിരണമാണോ? നിരണത്തിന് ഇന്ന് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമോ? നടുവിലെ പറമ്പന് തന്റെ കരുത്ത് തെളിയിക്കാൻ കഴിയുമോ? വീയപുരം വിജയം ആവർത്തിക്കുമോ? ഏതായാലും നിരണവും നടുവിലെ പറമ്പനും വീയപുരവും ഒപ്പത്തിനൊപ്പം പോരാടി കുതിച്ച് പാഞ്ഞു വരുന്നു. ജോളി എതിരെ ഇത് കുതിപ്പാണ്. ഇതാ നിരണവും നടുവിലെ പറമ്പനും വീയപുരവും ഇവിടെ ഇരുതല മൂർച്ചയുള്ള വാതുപോലെ കായംകുളത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇതാ വരികയാണ്. 1-ലൂടെ നിരണം വരികയാണ്, 2-ലൂടെ നടുവിലെ പറമ്പൻ വരികയാണ്, 3-ലൂടെ വീയപുരം വരികയാണ്.
വീയപുരവും നടുവിലെ പറമ്പനും അതെ നിരണവും ഇവിടെ യുദ്ധവീരന്മാരെ പോലെ പടക്കപ്പലുകള് ഇതാ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ഇതാ കായംകുളം കായല് ആര് പിടിച്ചടക്കും ഇതാ കായംകുളം കായലില് ഒന്നാം ട്രാക്കിലെ നീരണമാണ് ഇല്ല നടുവിലെ പറമ്പൻ ഇല്ല മൂന്നിലെ വീയപുരമാണോ നടുവിലെ പറമ്പനാണോ അതോ നീരണമാണോ പ്രൈഡ് ജേഴ്സേഴ്സ് ചുണ്ടൻ വാരിയേഴ്സ് വൈറ്റ് വാട്ടർ കിങ് ഇതാ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് കായംകുളം കായല് പിടിച്ചടക്കുവാൻ പോകുന്നു ഒന്നിലെ നീരണം രണ്ടിലെ നടുവിലെ പറമ്പൻ മൂന്നിലെ വീയപുരം അല്പം മുൻപിലേക്ക് വിജയങ്ങൾ മാത്രം തങ്കലിപികളിൽ എഴുതി ചേർത്തിട്ടുള്ള വീയപുരം തന്നെ അല്ല വീയപുരം തന്നെ അല്പം മുമ്പിലൂടെ കുതിക്കുന്നു വീയപുരവും അതുപോലെ നടുവിലെ പറമ്പനും നീരണവും ഇതാ കായംകുളം കായലില് പടക്കപ്പലുകളില് യുദ്ധവീര്യം കൊണ്ട് യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് മൂർച്ചയില് ഇരുതല മൂർച്ചയുള്ള വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ യുദ്ധത്തില് ഇതാ പൊരിഞ്ഞു പോരാടി കായംകുളത്ത് ഇതാ പിടിച്ചടക്കിയത് ആരെ എന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കേണ്ടത്. ഏതായാലും ജലോത്സവ ലോകം ഉറ്റുനോക്കിയ ക്ലൈമാക്സ് ത്രില്ലർ മത്സരം കായംകുളത്ത് അരങ്ങേറി. അതേ നിരണം ഒന്നിലൂടെ വന്നു. അതേ നിരണം ബോട്ട് ക്ലബ്ബ് KG എബ്രഹാം ക്യാപ്റ്റൻ, മോനപ്പനാശാൻ ലീഡൻ ക്യാപ്റ്റന്, നടുവിലെ പറമ്പൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ് ചുണ്ടൻ വാരിയേഴ്സ് ഡോൺ ജേക്കബ് എട്ടുപറയില്, രാഹുൽ പ്രകാശ് ലീഡിംഗ് ക്യാപ്റ്റൻ, വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി ജോസ് പുതിയാറ, ബിനു എച്ച് പുതുവല്, സജു സെബാസ്റ്റ്യൻ, അതുപോലെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്, കോച്ചു ബോബി ചാക്കോ. അതെ അങ്ങനെ ആവേശകരമായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിച്ച ചാമ്പ്യൻ സ്പോർട് ലീഗ് 5ാം സീസണിലെ 8ാം ജലയുദ്ധം അവസാനിക്കുന്നു. ഇനിയും ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കേണ്ടത്. കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഡി സജി ഹരിപ്പാട് ആവേശം നിറഞ്ഞു നിന്ന് ഒരു ജലയുദ്ധം കായംകുളത്ത് അവസാനിക്കുന്നു. 8ാം ജലയുദ്ധം അവസാനിക്കുന്നു. 5ാം സീസണ് ആര് 5ാം സീസണിലെ 8ാം ജലയുദ്ധത്തില് കായംകുളം കായല് ആര് പിടിച്ചടക്കിയെന്ന് ജഡ്ജസ് പറയും. കഴിഞ്ഞ 7 ജലയുദ്ധങ്ങളിലും മത്സരം കൊണ്ട് വീര്യം കൊണ്ട് പിടിച്ചടക്കി തുടരുന്ന വീയപുരവും നിരണവും നടുവിലെ പറമ്പനും കടന്നുപോയി. ഫൈനൽ അവസാനിച്ചു. പ്രധാന പവലിയനിലേക്ക് ഞങ്ങൾ മൈക്ക് കൈമാറുകയാണ്. കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഡി സജി ഹരിപ്പാട് പ്രധാന പവലിയനിലേക്ക് മൈക്ക്.